എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ സത്സംഗ സമിതിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഭാഗവതാചാര്യൻ ശ്രീ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ദ്വൈവായനോ വിദഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിനീതുസ്തൻ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം ആരംഭിക്കും. സ്കന്ധം 3 അധ്യായം 23. മൈത്രേയ ഉവാച പിതൃഭ്യം പ്രസ്ഥിതേ ഭക്തി പരിമംഗിതഗോവിദ നിത്യം പര്യജലത്രീത്യ തദാനീവ ഭവം പ്രഭും. കർദമന്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മനു തന്റെ പത്നിയും തന്റെ മകളുമായി ഇവിടെ എത്തി. ആദ്യത്തെ വിവാഹം വളരെ ലളിതമായ മട്ടിൽ നടത്തി. അത് കഴിഞ്ഞിട്ട് ആദിരാജനായ മനുവിന്റെ ഈ മനോഹരമായ വിവാഹ ആഘോഷത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബാക്കി പറയാം എന്ന് പറഞ്ഞ് മൈത്രേയൻ പറയുകയാണ്. പിതൃഭ്യാം പ്രസ്ഥിതേ, മാതാപിതാക്കൾ പോയപ്പോൾ മാതാപിതാക്കൾ ദുഃഖിതരായിട്ട് പോയി എന്ന കഥയാണ് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. അങ്ങനെ പിതൃഭ്യാം പ്രസ്ഥിതേ, മാതാപിതാക്കളാൽ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പതിവ്രതയായ മകൾ പതി ഇംഗിത കോവിദ, ഇംഗിതം അറിയുന്നതിൽ സമർത്ഥയാണ്. കോവിദന്റെ പണ്ഡിതൻ സാമർഥ്യമുള്ളവനാണ്. കോവിദ് ഇതിന്റെ സ്ത്രീലിംഗം കോവിദ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇംഗിതം ആഗ്രഹം, ആഗ്രഹം അറിയുന്നതിൽ സമർത്ഥയായ ആ പത്നി തന്റെ പതിയായ തന്റെ ഭർത്താവായ കർദമനെ നിത്യം പരിചരിച്ചു. എല്ലാ ദിവസവും പരിചരിച്ചു. പ്രീത്യ, സന്തോഷത്തോടെ. ഭവാനി ഭവം ഇവ, പാർവതി പരമശിവനെ എന്ന പോലെ, ഭവാനി ഭവനെ എന്ന പോലെ തന്റെ പ്രഭുവായ, തന്റെ ഉടമസ്ഥനായ, തന്റെ രക്ഷിതാവായ തന്റെ പതിയെ എന്നും പരിചരിച്ചു. എങ്ങനെ പരിചരിക്കണമെന്നും ഭർത്താവിന്റെ ഇഷ്ടം എന്താണെന്നും തിരിച്ചറിയുന്നവളായ അവൾ നടന്നു. അച്ഛനായ മനുവും അമ്മയായ ശതരൂപയും പോയി കഴിഞ്ഞപ്പോൾ പതിവ്രതയായ ദേവഹുതി ഭർത്താവിന്റെ ആവശ്യങ്ങൾ പറയാതെ ചെയ്തു കൊടുക്കും. കാരണം അറിയാവുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടതെന്ന് ചോദിക്കണ്ട, എന്തിനാണ് ഇദ്ദേഹം ഭാവിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നത്. അതാണ് ഇംഗിത ഗോവിതയായ അവൾ. തന്റെ ഭർത്താവിന് സ്വന്തം ബുദ്ധിയാണ് അവിടെ ശരിക്കും വിനിയോഗിച്ചത്. സാക്ഷാൽ മഹാദേവനെ പാർവതി ദേവി എന്ന പോലെ ഭക്തിയോടെ ശ്രദ്ധയോടെ എല്ലാം എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. പിതൃഭ്യം പ്രസ്ഥിതേ ഭർത്തി പതിമിംഗിത ഗോവിദാം നിത്യം പരിചരപ്രീത്യ അപാനീവ ഭവം പ്രഭും. പിതൃഭ്യാം പ്രസ്ഥിതേ ഇംഗിത ഗോവിദ ഭർത്തി പതിം പ്രഭും ഭവം ഭവാനീവ നിത്യം പ്രീത്യ പരിചരത്. പിതൃഭ്യാം പ്രസ്ഥിതേ ഭർത്തി പതിമിംഗിത ഗോവിദാം
നിത്യം പര്യചരത്പ്രീത്യാ ഭവാനീവ ഭവം പ്രഭും പിതൃഭ്യാം പ്രസ്ഥിതേ ഫദ്വീപതിമിംഗിത ഗോവിദാം നിത്യം പര്യചരത്പ്രീത്യാ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണ ആത്മസൗചേന ഗൗരവേണ ദമേന താം ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ജഭോ വിസൃജകാമം ദംഭം ദ്വേഷം ലോഭം സമ്മതം അപ്രമത്തോദ്യത നിത്യം തേജീയാം സമതോഷയത്. എങ്ങനെ പരിചരിക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നത് എക്കാലവും മനുഷ്യ ജീവിതത്തിൽ ഇത് തുടരും. വിവാഹം കഴിക്കും, ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയാൽ ജീവിതം സുന്ദരമാക്കി തീർക്കാം എന്ന് ആദ്യത്തെ ദമ്പതികളായ മനുവും ശതരൂപയും അവരുടെ മകളായ ദേവഹൂതിയും കർദമനും നമ്മെ കാണിച്ചു തരുന്നു. അത് കണ്ടു പഠിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിശ്രംഭേണ, വിശ്രംഭം വിശ്വാസം എന്നാണ് ആദ്യം വേണ്ടത്. ഇതാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വാസം ഉണ്ടാവണം. അവിശ്വാസ പ്രയോഗം പിറ്റേ ദിവസം പോലെ എന്താണ് ആവശ്യപ്പെടാൻ ഇടയാവരുത് എന്നർത്ഥം. വിവാഹം കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ സംശയത്തോടെയാണ് നോക്കുന്നത്. കാരണം വിശ്വസ്തയല്ല. അതുകൊണ്ട് തന്നെ ഇവൾ സമ്പൂർണ്ണമായിട്ടും പതിയെ വിശ്വസിച്ചു. എന്തിനു വിശ്വസിക്കാതിരിക്കണം? എന്നെ വിവാഹം കഴിച്ച എന്റെ ഭർത്താവാണ്, അപ്പൊ ഞാൻ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. വിശ്രംഭേന ആത്മശൗചേന, ആത്മശൗചം തന്റെ ശുദ്ധി, തന്റെ മനസ്സിന്റെ ശുദ്ധി, ശരീരത്തിന്റെ ശുദ്ധി, ഈ രണ്ട് ശുദ്ധിയോടെ ഗൗരവേണ ദമേനച, ഗൗരവത്തിന് ആദരവ് എന്നർത്ഥം. ഗുരുവിനോട് കാണിക്കുന്ന ഭാവമാണ് ഗൗരവം. അത് ആദരവ് എന്നാണ്. അല്ലാതെ ഗൗരവ ഭാവം കാണിച്ചു എന്ന് നമ്മൾ അർത്ഥം എടുക്കരുത്. വാക്കിന് അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം. അതുകൊണ്ട് ഗൗരവത്തിന് ആദരവ് എന്നർത്ഥം. ഗൗരവേണ ദമേനച, ദമം അടക്കം, ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ടേ, ഇന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കാൻ ഇടയാവരുത്. ദ്വേഷപ്പെടുകയോ അത്യധികമായ വാക്കുകൾ പറയുകയോ, കണ്ണ്, മൂക്ക്, ത്വക്ക്, ഇതും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ അടക്കി നിർത്തിക്കൊണ്ട് ദമേനച ശുശ്രൂഷയാ, ശുശ്രൂഷ കൊണ്ട്, ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹമാണ്. ശ്രോതുമിച്ഛയാണ് ശുശ്രൂഷ. ഭർത്താവ് പറയുന്നത് ക്ഷമയോടെ നിന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. ഇതതുണ്ടാവില്ലല്ലോ, പറയാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചു വരുന്നത് സ്ഥലമില്ല. അപ്പൊ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ്, അതിന്റെ പേരാണ് ശുശ്രൂഷ. ശുശ്രൂഷയ സൗഹൃദേന, സൗഹൃദം നല്ല ശോഭനമായ ഹൃദയം, അത് പരസ്പരമുള്ള പ്രേമം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ശോഭനമായ ഹൃദയം. അങ്ങനെയുള്ള ഹൃദയത്തോടെ മധുരയാ വാച, മധുരമായ വാക്കുകളിലൂടെ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്ത് പരിചരിച്ചത്. നല്ല മധുരമായ വാക്കുകൾ ഭർത്താവിനോട് പറയണം. അതേപോലെ നല്ല സൗഹൃദത്തോട് പറയണം. ശുശ്രൂഷയുണ്ടാവണം, ദമമുണ്ടാവണം, ഗൗരവം ഉണ്ടാവണം, ആത്മശൗചം ഉണ്ടാകണം, വിശ്രമം ഉണ്ടാവണം. നോക്കൂ, ഇത്രയും ഗുണങ്ങൾ അക്ക വിട്ട് നമ്പരിട്ട് ഇപ്പൊ വിവാഹം കഴിക്കുന്ന കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഇത്രയും ഗുണത്തോടുകൂടി വേണം ഗൃഹത്തിലേക്ക് ചെന്ന് ഭർത്താവിന്റെ നേരെ പെരുമാറേണ്ടത്. നമുക്ക് ഒരിക്കലും പറ്റില്ല എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ കുറേശ്ശെ ഇതിലൊരെണ്ണമെങ്കിലും അനുസരിക്കാൻ പാകത്തിനാക്കി എടുത്താൽ അത്രയ്ക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ മേന്മ തിരിച്ചറിയാൻ പറ്റും. ഇത് കാണിക്കാൻ വേണ്ടിയാണ്. വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ജഭോ വിസൃജ്യകാമം. ഇനി എന്ത് ചെയ്യണം? വിസൃജ്യ, ഉപേക്ഷിച്ചിട്ട്. എന്തിനെ? കാമം, ദംഭം, ദ്വേഷം, ലോഭം, അഖം, മദം, അപ്രമത്ത ഉദ്യത. ഇത്രയും ഉപേക്ഷിക്കും. കാമത്തെ ഉപേക്ഷിക്കണം. കാമം എന്ന് വെച്ചാൽ വിഷയങ്ങളോടുള്ള അമിതമായ ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുന്നത്. എന്ത് കണ്ടാലും അതെനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്നിങ്ങനെ
ശാഠ്യം പിടിക്കുന്ന സ്വഭാവത്തിന് പേരാണ് ഇവിടെ കാമം എന്ന് പറയുന്നത്. അത് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു വൈരുദ്ധ്യത്തെ ഒന്ന് കരുതണം. എത്ര കാലം വ്യാസൻ ഇതൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. കാമം, ദംഭം. ദംഭം വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെക്കാനുള്ള ആ ഒരു ത്വര, അതിന്റെ പേരാണ് ദംഭം എന്നിവിടെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൂട്ടി 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 ശേഖരിച്ചു വെക്കണം. ഇത് വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴുള്ള അമിതമായ ഒരു താല്പര്യമാണ്, മോഹമാണ്, ദംഭം. ദ്വേഷം ച, അതുപോലെ വെറുപ്പ്. ദ്വേഷം വിദ്വേഷമാണ്, വെറുപ്പാണ്. അത് അടക്കി ഭരിക്കുകയാണ് ഇന്നത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടുപേരെയും, പതിയെയും ഭർത്താവ് അതുപോലെ പത്നിയെയും. ദ്വേഷം. ലോഭം, അഖം, മദം. അതേപോലെ ലോഭത്തെയും, ലോഭം ലുബ്ധ് എന്നുള്ള അർത്ഥത്തിലാണ്, എന്തിനും പിശുക്ക് കാണിക്കുന്ന സ്വഭാവത്തോടു കൂടിയിരിക്കുക. അഖം പാപമാണ്. ഭർത്താവ് പറയുന്നത് കേൾക്കാതിരിക്കൽ, അതാണ് ഇവിടുത്തെ പാപം. എന്ത് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, അതിന്റെ പേരാണ് പാപം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റു പാപങ്ങളൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അഖം. പിന്നെ എന്താണ്? മതം, അഹംഭാവത്തെ. ഞാനാണ് വലുത്, ഞാൻ പഠിപ്പുള്ളവളാണ്, എനിക്ക് ജോലിയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇത്ര കഴിവുള്ളവരാണ്. ഈ ഒരു മതം എപ്പോഴും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും വിസൃജ്യ ഉപേക്ഷിക്കണം. കാമം, ദംഭം, ദ്വേഷം, ലോഭം, അഖം, മതം, അത്രയും ഉപേക്ഷിച്ചിട്ട് അപ്രമത്ത ഉദ്യത. അപ്രമത്ത, മനസ്സ് ഇരുത്താത്തവൾ എന്നാണ്. മനസ്സ് ഇളകി നടക്കുക, ചഞ്ചലമാവുക മനസ്സ്. അതാവരുത്. മനസ്സൊന്നിലേക്ക് ഉറയ്ക്കാൻ പറ്റണം. അതാരിലാണ്? തൻ്റെ പതിയിൽ തന്നെ മനസ്സ് സമ്പൂർണ്ണമായിട്ടും അർപ്പിക്കാൻ പറ്റണം. അപ്രമത്ത. ഉദ്യതാച, എപ്പോഴും ജോലി ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കണം. ഉദ്യതയായിരിക്കണം, മടി വിചാരിക്കരുത് ഒന്നിനും. എന്ത് കർമ്മപദ്ധതികളും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, അതിന് മാറ്റം ഉണ്ടാവരുത്. ഉദ്യത. നിത്യം, എല്ലായ്പ്പോഴും. തേജീയസാം അതോഷയ, അതിതേജസ്വിയാണെങ്കിലും ഭർത്താവിനെ അതോഷയ സന്തോഷിപ്പിച്ചു ഇവൾ. തേജസ്വിയാണ് ഭർത്താവ്, എങ്കിൽ പോലും ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. ഇത്രയും വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന ഏതൊരു പെൺകുട്ടിയും ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ അവരുടെ കുടുംബ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ ധന്യമാക്കി മാറ്റാൻ പറ്റുന്ന 2 ശ്ലോകം കൊണ്ട് വ്യാസൻ എത്ര കാലം മുമ്പ് ഉപദേശിച്ചതാണ്. ഇന്നും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ് ഈ ഉപദേശങ്ങൾ. ഇത് പ്രത്യേകം അക്കമിട്ട് നമ്പരിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം കുട്ടികളെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടത്തി വിടാൻ. പല പ്രാവശ്യം പറയുമ്പോൾ കുറച്ചെങ്കിലും കേട്ടു അനുസരിച്ചു എന്ന് വരാം. വിസൃജകാമം, ദംഭം, ദ്വേഷം, ലോഭമഖം, മദം, അപ്രമത്തോദ്യത നിത്യം ജീയാം സമതോഷയത്. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന മധുരയാ വാചാ ച കാമം ച ലോഭം ച ദംഭം ദ്വേഷം അഖം മദം വിസൃജ്യ അപ്രമത്ത നിത്യം ഉദ്യത തേജീയാം സമ്പതിം അതോഷയത്. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ. വിസൃജ്യകാമം, ദംഭം ച ദ്വേഷം, ലോഭമഖം, മദം, അപ്രമത്തോദ്യത നിത്യം തേജീയാം സമതോഷയത്. വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ. വിസൃജ്യകാമം, ദംഭം ച ദ്വേഷം, ലോഭമഖം, മദം, അപ്രമത്തോദ്യത നിത്യം തേജീയം സമതോഷയത്. പവൈരേവർഷിവര്യസ്താം മാനവീം സമനോവ്രതാം
ദൈവാദ്ഗരീയഫപത്യുഃ ആശാപാനം മഹാശിരാം കാലേന പൂയഫാക്ഷാമാം കർഷിതാം പ്രതജയാം പ്രേമഗദ്ഗതയാ വാചാ പീഡിതകൃപയാബ്രവീത് പവൈ. ആ കർദ്ദമനാകട്ടെ ഈ ശുശ്രൂഷ കുറേ നാള് തുടർന്നു എന്നത്. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുക. തപസ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടുക്ക കൊണ്ടു കൊടുക്കുക. ഇതാണ് തന്റെ ജോലി. എന്നിട്ട് ഏതെങ്കിലും പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങുക. ആ കാട്ടുചോലയിൽ ഒഴുകി വരുന്ന വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കുക. വല്ല കാട്ടുപഴങ്ങളോ കായ്കനികളോ കിട്ടിയാൽ അത് കഴിക്കുക. ഇപ്പോൾ കൊട്ടാരത്തിൽ പഞ്ഞു പോലെ മാർദ്ദവമായ മെത്തയിൽ പൂക്കൾ വിരിച്ച് കിടന്നുരുണ്ടവളാണ് ആദ്യത്തെ രാജകുമാരിയാണ്. എത്ര തോഴിമാരാണ് ഒരുക്കാൻ ചുറ്റും നിൽക്കുക. ഓരോ തരത്തിലുള്ള വിഭവങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന് അടുക്കളയിലേക്ക് കഴിപ്പിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വന്ന ഈ ദേവയാനിയാണ് ഇപ്പോഴിതാ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് വിട്ടുകളഞ്ഞിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്തോടെ, അത് മനുവിന്റെയും ശതരൂപയുടെയും നിരന്തരമായ ശിക്ഷണത്തിൽ നേടിയെടുത്തതാണ്. രാമായണത്തിൽ സീതയും ഇതുതന്നെയാണ് നേടിയെടുത്തത്. വളരെ ചെറുപ്പകാലത്തിലെ തന്നെ യാദൃച്ഛികമായിട്ട് വില്ലൊടിച്ചതിന് പേരിൽ രാമനെ വിവാഹം കഴിക്കേണ്ടത്. ഇതൊന്നും താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നാളെ വിവാഹം കഴിച്ച് ഇവിടുന്ന് പോകുമെന്നൊന്നും വിചാരിച്ചതല്ല. കൂട്ടുകാരിയായിട്ട് എങ്ങനെ പന്ത് കളിച്ച് ആടി കളിച്ച് തിമിർത്ത് രക്ഷിച്ച് നടന്നവളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ വേദാന്ത ഘോഷങ്ങളുടെ ചർച്ചകൾ നിരന്തരം നടക്കുന്നതാണ് അച്ഛന്റെ രാജധാനി. അവിടെ പോയിരുന്നാൽ ജനകൻ ആ ഭാരതത്തിലെ സകല ഋഷിമാരുടെയും ഗുരുവാണ്. എല്ലാവരും അവിടെ വന്ന് പഠിച്ചോണ്ട് പോകും. ഇതിവൾ നിരന്തരം കേൾക്കും. കുറേ സമയം കേൾക്കും, പിന്നെ കളിക്കാൻ പോകും, പിന്നെ വരും, കുറച്ച് കേൾക്കും. ഇങ്ങനെ ജീവിച്ചവളാണ് അവൾ. എത്ര സങ്കല്പത്തോടുകൂടിയായിരിക്കും അയോധ്യയിലേക്ക് ചെല്ലുക. ഇവിടുത്തെ പോലെ തന്നെ ഇഷ്ടം പോലെ തോഴിമാർ, പരിചാരികമാർ എല്ലാവരും കൂടെ നിന്ന് ശുശ്രൂഷിക്കും. നല്ല പട്ടുമത്തയിൽ സുഖമായി കിടന്നുറങ്ങും. ഇതൊക്കെ ആഗ്രഹിച്ചാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്ന് കയറിയപ്പോൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് 3 അമ്മായിയമ്മമാരെയാണ്. ഒരാളല്ല, 3 പേര്. ഒരാളെ കൊണ്ട് വിഷമിക്കുന്നത് നമുക്കറിയാം. 3 പേരെയായിരുന്നു. 3 സ്വഭാവക്കാര്. നോക്കൂ, കൗസല്യെ പോലെയല്ല കൈയെ പോലെയല്ല സുമിത്ര. 3 അമ്മമാരെ അഭിമുഖീകരിക്കണം. 3 അനുജന്മാർ, വ്യത്യസ്ത സ്വഭാവമുള്ള 3 അനുജന്മാർ. നോക്കൂ, ഈ സീത എന്തുമാത്രം എന്ത് ചെയ്തു, പാകപ്പെട്ടു, സന്തോഷത്തോടെ ഇതെല്ലാം സ്വീകരിച്ചു. അപ്പൊ ഇതാണ് ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്താണ് വിവാഹത്തിന്റെ തുടക്കം. ഏത് സാഹചര്യം വന്നാലും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കരുത്ത് ചെറുപ്പത്തിലെ അച്ഛന്റെ പാഠശാലയിൽ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് സീതയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. രാമനോട് വനത്തിൽ പോകാൻ ആരും ആവശ്യപ്പെടാതെ തന്നെ പോവാണ്. അവൾ പോയി കല്ലിലും മുള്ളിലും പാറപ്പുറത്തും ഒക്കെ കിടന്ന് കാട്ടുചോലയെ വെള്ളവും കുടിച്ചു. ഇവളെ പോലെ തന്നെ ആരെ, ഈ ദേവഹൂതിയെ പോലെ. ദേവഹൂതി ഇതാണ് സംഭവിച്ചത്. സ്വർണ്ണരഥത്തിലായി ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോ ഒന്നുമില്ല. എവിടെ കിടന്ന് ഉറങ്ങേണ്ടത്? ഒരു പാറപ്പുറത്ത് കാറ്റും മഴയും മഞ്ഞും ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ കിടക്കാത്ര തന്നെ. ഇതിനൊന്നും ഒരു വൈഷമ്യം ഉണ്ടായില്ല. ഈ ഒരു പൊരുത്തപ്പെടലാണ് വിവാഹ ജീവിതത്തോട് വധൂവരന്മാർ ശരിക്കും അനുസരിക്കേണ്ടതെന്ന് എത്ര കാലം മുമ്പ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു കുടുംബ ജീവിതത്തിൽ വധൂവരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറേ ശ്ലോകമാണ് ഈ ഭാഗത്ത് വ്യാസൻ ഒതുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. സവൈ ദേവർഷിവര്യ, ആ ദേവർഷിവര്യൻ താം മാനവീയും, ആ മനുപുത്രിയെ, മാനവി എന്ന് വെച്ചാൽ മനുപുത്രി, ആ മനുപുത്രിയെ അനുവ്രതാം, തന്നോട് ചേർന്ന് തപസ്സു പോലെ വ്രതം അനുഷ്ഠിക്കുന്നവളാണ്.
പിറ്റേ ദിവസം ഇയാളോട് എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ പോവാണ് എന്ന് പറഞ്ഞ് വിട്ടുപിരിഞ്ഞു പോവാൻ തയ്യാറല്ല ഇവൾ. അനുവ്രതാം, വേണ്ടതുപോലെ അനുസരിക്കുന്നവളായിട്ട് ദൈവാത് ഗരീയഫ പത്യുഹു ആശാഫാനാം മഹാശിഷ. ഗരീയഫ പത്യുഹു, ഏറ്റവും ഗരിഷ്ഠനായ ഉത്തമനായ പതിയുടെ, കാരണം തൻ്റെ ഭർത്താവ് ഏറ്റവും വലുപ്പമുള്ളവനാണ് എന്ന് സങ്കല്പിക്കാൻ ഏതൊരു ഭാര്യയ്ക്കും പറ്റണം. ഇയാൾ ഒന്നിനും കൊള്ളാത്തവനാണ്, മോശമാണ് എന്നല്ല വിചാരിക്കേണ്ടത്. ഗരീഫഹപ്പത്യഹു, ഏറ്റവും മഹത്തമനാണ് തൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കുന്നവനായ തന്നിൽ നിന്നും ഗരീഫഹപ്പത്യഹു മഹാശിഷ, മഹത്തുകളായ അനുഗ്രഹങ്ങൾ, ആശിഫുകൾ. ഇവിടെ ഒരു പത്നിക്ക് വേണ്ട ആശിഫുകൾ നല്ല സന്താനങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതെല്ലാം ദൈവാത് ആശാഫാനാം, വിധി കൊണ്ട് ആഗ്രഹിക്കുന്നവളും, ദൈവാത് ആശാഫാനാം, വിധി കൊണ്ട് ആഗ്രഹിക്കുന്നവളും, ഗരീഫഹ പത്യുഹു മഹാശിഷ ദൈവാത് ആശാഫാനാം, കാലേന ഭൂയഫ, കുറച്ചു കാലം കൊണ്ട്, ക്ഷാമാം കർഷിത, ഇതൊക്കെ ആഗ്രഹിച്ചാണ് കൂടെ പോയി താമസിച്ചത്. പക്ഷേ ഇത്ര കാലമായിട്ടും ഭർത്താവ് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല, ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. നോക്കൂ, ആദ്യ രാത്രി മുതൽ എത്ര സങ്കല്പസുന്ദരമായ ഭാവനയോടെ വന്നു ചേർന്നവളാണ് ഇവൾ. കർദ്ദവൻ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരു ശിഷ്യയെ പോലെ, ഒരു പരിചാരികയെ പോലെ ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹം ഒരു പാറപ്പുറത്ത് കിടക്കും, ഇവൾ മറ്റു വശത്ത് കിടന്നുറങ്ങും. ഒന്ന് സ്പർശിക്കാൻ പോലും ആവാത്ത മട്ടിൽ എത്രയധികം വിഷമതകളും ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട്, ഭക്ഷണം വല്ലപ്പോഴും കുറച്ചു മാത്രമേ ഉള്ളത് കൊണ്ട് അവൾ ക്ഷീണിച്ചു, ചടച്ചുപോയി, ക്ഷാമയായി. നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? പിറ്റേ ദിവസം അച്ഛനും അമ്മയും വരില്ലേ, ദാ ഇവൾ ക്ഷീണിച്ചിരിക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ല, കഴിക്കാഞ്ഞിട്ടാണ്. അപ്പൊ തന്നെ അവിടെ എത്തിച്ചോണ്ട് പോകും. ഇത് ആരും വന്നില്ല. മനോജ് അതിർപോയി പിന്നെ ഇങ്ങോട്ട് വരാനേ പോയില്ല. അവിടേക്കാണ് ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കോട്ടങ്ങൾ. കാരണം പൊരുത്തപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയില്ല. അങ്ങനെ ക്ലേശിച്ചിരിക്കുന്ന കാലേന പൂയഫ ക്ഷാമാം കർഷിതാം, വ്രതം കൊണ്ട് കൃഷഗാത്രിയായി തീർന്ന വ്രതചര്യയ കർഷിതാം, അങ്ങനെയുള്ള അവളെ പ്രേമഗദ്ഗതയാ വാച പീഡിത കൃപയാബ്രവീത്, പ്രേമഗദ്ഗതമായ വാക്കുകൊണ്ട്, കൃപയാ ആപീഡിത, കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കുറച്ച് പോയി കാണും. ഒരു ദിവസം തൻ്റെ വശത്ത് ഇരിക്കുന്ന വിവാഹം കഴിച്ച പത്നിയെ ഒന്ന് നോക്കി ഇദ്ദേഹം കാരുണ്യം തോന്നി. കഷ്ടം, എങ്ങനെ വന്നവളാണ്, ചടച്ച് ക്ഷീണിച്ച് കറുത്ത് ആകപ്പാടെ വിരൂപയായി. അവളെ കണ്ടിട്ട് അവളോടുള്ള പ്രേമം കൊണ്ട് വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞിട്ട് കാരുണ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു അവളോട്, പവൈദേവർഷിവ്യസ്താം മാനവീം സമനോവൃതാം ദൈവാദ്ഗിരീയഫപത്യുരാശാഫാനം മഹാശിഷാം കാലേന ഭൂയഫാക്ഷാമാം കർഷിതാം വ്രതജജ്ജയാം പ്രേമഗദ്ഗതയാ വാചാ പീഡിത കൃപയാ ബ്രവീത്. ദേവർഷിവര്യഃ വൈ മാനവീം സമനുവൃതാം ഗരീയഫഃ പത്യുഃ മഹാശിഷഃ ദൈവാത് ആശാഫാനാം ഭൂയഫാ കാലേന വ്രതചര്യയാ ക്ഷാമാം കർഷിതാം ദൃഷ്ട്വാ കൃപയാ ആപീഡിതഃ പ്രേമഗദ്ഗതയാ വാചാ അബ്രവീത്.
സ്വവൈ ദേവർഷിപര്യസ്താം മാനവീം സമനോവൃതാം ദൈവാദ്ഗിരീയഫപ്പത്യുരാശാഫാനം മഹാശിഷാം കാലേന ഭൂയഫാക്ഷാമാം കർഷിതാമൃതജയ്യാം പ്രേമഗദ്ഗതയാ വാചാ പീഡിതകൃപയാ ബ്രവീത് ഭവൈ ദേവർഷിപര്യസ്താം മാനവീം സമനോവൃതാം ദൈവാദ്ഗിരീയഫപ്പത്യുരാശാഫാനം മഹാശിഷാം കാലേന ഭൂയഫാക്ഷാമാം കർഷിതം പ്രതജയാം പ്രേമഗദ്ഗതയാ വാചാ പീഡിത കൃപയാ ബ്രവീത്. ശബ്ദമൻ അവളോട് പറഞ്ഞു, തുഷ്ടോഹമദ്യതവ മാനവിമാനദായാം ശുശ്രൂഷയാ പരമയാ പരമാപ്യാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയമതീവ സുഹൃത്സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദർത്ഥേ. തുഷ്ടോഹമദ്യ, ഞാൻ ഇന്ന് സന്തുഷ്ടനായിരിക്കുന്നു. ഹേ മാനവി, മനുവിന്റെ പുത്രി, മാനദായാഹ തവ ശുശ്രൂഷയാ, മാനം നൽകുന്നവളായ നിന്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ ഇന്ന് സന്തോഷിച്ചിരിക്കുന്നു. പരമയാ പരയാച ഭക്തിയ, പരമവും പരവുമായ ഭക്തി കൊണ്ട് നീ എന്നെ ശുശ്രൂഷിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. യോ ദേഹിനാം അയം അതീവ സ്വദേഹു, എല്ലാ ദേഹികൾക്കും അവരുടെ ദേഹമാണ് അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത്. അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല. ഏറ്റവും വലുത് സ്വന്തം ശരീരമാണ്. പിന്നെയുള്ളൂ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ. ഏറ്റവും വലുത് അവരവർക്ക് അവരവരുടെ ശരീരമാണ്. ഏറ്റവും പ്രേമിക്കുന്ന ശരീരത്തെയാണ്. അതുകൊണ്ട് ദേഹികൾക്ക് എല്ലാവർക്കും എല്ലാ പുരുഷാർത്ഥവും സാധിക്കാൻ ഏറ്റവും പ്രേമമുള്ള ശരീരം ആയിരിക്കെ നീ ആ ശരീരത്തെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അവഗണിച്ചിട്ട് എന്നെ ഭക്തിപൂർവ്വം ശുശ്രൂഷിക്കാൻ തയ്യാറായി. ശരീരം അവഗണിച്ചു, സൗന്ദര്യം മുഴുവൻ പോയി. ഇപ്പൊ കണ്ട എന്ത് രൂപയാണ്. ഒരുപക്ഷെ പിതാവ് മനു വന്ന് കണ്ടാൽ തിരിച്ചറിയ പോലുമില്ല, അതുപോലെയായി. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ ഒട്ടും പരിഗണിക്കാതെയാണ്, അതിന് ആവശ്യം വേണ്ട രക്ഷ പോലും ചെയ്യാതെയാണ് നീ എന്നിലേക്ക് സമർപ്പിച്ചത്. യോ ദേഹിനാം അയം അതീവ സുഹൃത് സ്വദേഹ ന അപേക്ഷിത, അതിനെ നീ നോക്കിയില്ല, ഉപേക്ഷിച്ചോളൂ. സമുചിത ക്ഷപിതും മദർത്ഥേ ക്ഷപിതും, എനിക്ക് വേണ്ടി ഈ ശരീരത്തെ പോലും നശിപ്പിക്കാൻ നീ തയ്യാറായി. ആർക്കും ഏറ്റവും വലുത് അവനവന്റെ ശരീരമാണ്. അത് കളഞ്ഞ ആരും ഒന്നും ചെയ്യില്ല, ആര് പറഞ്ഞാലും. പക്ഷെ ഇവൾ അതിനെ മറന്ന് ഭർത്താവിനെ ശുശ്രൂഷിക്കും. ആദ്യത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഇന്ന് സങ്കല്പിക്കാനാവാത്ത ഒരു ജീവിതചര്യയിലാണ് ഈ തുടക്കം. അതൊരു വ്രതചര്യയിലാണ്. ഇങ്ങനെ ആരംഭിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോവുക. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാം ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയമതീവ സുഹൃത്സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദർത്ഥേ. ഹേ മാനവി, മാനദായാഹ തവ പരമയാ ശുശ്രൂഷയാ പരയാ ഭക്ത്യാ ച അഹം അദ്യ തുഷ്ടഃ ദേഹിനാം അതീവ സുഹൃത്ത് സമുചിതഃ യഹ ദേഹഃ മദർത്ഥേ ക്ഷപിതും ന അപേക്ഷിതഃ. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാം ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയമതീവ സുഹൃത്സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദർത്ഥേ. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാം ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയമതീവ സുഹൃത്സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദർത്ഥേ. ഏമേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി
വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദാം താനേവ തേ മദനുസേവനയാവരുദ്ധം ദൃഷ്ടിം പ്രപശ്യ വിതരാമ്യഭയാനശോകൻ യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധിവിദ്യാത്മയോഗ വിജിത ഭഗവത് പ്രസാദാഃ സ്വധർമ്മനിരതസ്യ മേ എന്റെ ധർമ്മത്തിൽ ശ്രദ്ധാലുവായ നീ സ്വധർമ്മനിരതസ്യ ഏതിലാണ് തപ സമാധി വിദ്യ ആത്മയോഗ വിജിത തപസ് സമാധി വിദ്യാത്മയോഗ വിജിത തപസ് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കൽ സമാധി അതിലേക്കുള്ള ലയം വിദ്യ ജ്ഞാനം യോഗം ചിത്തത്തെ അടക്കി നിർത്തൽ ഇവ കൊണ്ട് വിജിത സമ്പാദിക്കപ്പെട്ട വിജയിക്കപ്പെട്ട ഈ ഭഗവത് പ്രസാദാഹ യാതൊരു സേവ കൊണ്ട് കിട്ടിയ ഭഗവത് പ്രസാദം സ്വധർമ്മനിരതസ്യ തപസമാധി വിദ്യാത്മയോഗ വിജിത ഏ ഭഗവത് പ്രസാദാഹ ഇതൊക്കെ ഭഗവത് പ്രസാദമായി തന്നെ നീ കണ്ടുവല്ലോ. ജീവിതത്തിൽ എന്തൊക്കെ വൈഷമ്യങ്ങളും വിധി വൈപരീത്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് നേരത്തെ പ്രവചിക്കാനേ പറ്റില്ല. വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനേ പറ്റുള്ളൂ. അഭിമുഖീകരിക്കുമ്പോൾ ആരോടും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളെ വിവാഹം കഴിച്ചുകൊണ്ടാണ്, ഈ വീട്ടിൽ വന്നുകൊണ്ടാണ്, ഇവിടെ വന്നുകൊണ്ടാണ്, ഇതൊന്നും വന്നില്ലെങ്കിലും ഇവിടെ അനുഭവിക്കാനുള്ളത് എവിടെയായാലും അനുഭവിക്കേണ്ടവരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതുകൊണ്ടൊന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അതിനെയാണ് ഇവിടെ ജ്ഞാനം, അറിവ് എന്നൊക്കെ പറയുന്നത്. അത് നേടിയിട്ട് വേണം വരന്റെ ഗൃഹത്തിലേക്ക് എത്തുവാൻ. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് കുറച്ച് പഠിപ്പുണ്ടായിരുന്നു. ഇന്ന് പ്രീ കൗൺസിലിംഗ് എന്നുള്ള പേരിൽ അന്ന് ഒരു മണ്ഡലകാലം 41 ദിവസം രണ്ടുപേരും വ്രതമനുഷ്ഠിക്കുമായിരുന്നു, വധുവും വരനും. അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന മനസ്സ് പാകപ്പെട്ട ഒന്നായി തീരാനുള്ള ഒരു വലിയ തീവ്രമായ ശ്രമമായിരുന്നു. അത് ഒത്തിരി കാലം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു മണ്ഡലകാലം വധുവരന്മാർ അതിന് വിവാഹ ദീക്ഷ എന്നൊരു പേരും കൊടുത്തു. വിവാഹത്തിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട വ്രതം വിവാഹ ദീക്ഷ, അത് അനുഷ്ഠിച്ച് വേണം വിവാഹത്തിലേക്ക് കടക്കാൻ. എങ്കിൽ മാത്രമേ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. ഇന്ന് ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് സംഭവിക്കുന്ന എത്രയോ വൈഷമ്യങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കർദമന്റെയും മനുവിന്റെയും വിവാഹം. അല്ലെ ഇത്രയൊന്നും പറഞ്ഞിക്കേണ്ട ആവശ്യമില്ല. അവർ വിവാഹം കഴിച്ചു പോയെന്ന് പറഞ്ഞാൽ പോരെ. അതല്ല, ഇത് നമ്മൾക്കറിയാൻ വേണ്ടിയിട്ടാണ് വിസ്തരിച്ച് പറയുന്നത്. തപസ്സമാധി വിദ്യ ആത്മയോഗ വിജിത ഭഗവത് പ്രസാദാഹ താനേവ അവകളെ തന്നെ തേ മതനുസേവയാ അവരുദ്ധാൻ, അതെല്ലാം യാതൊന്നാണോ എന്നെ നിരന്തരം സേവിച്ചത് കൊണ്ട് നിനക്ക് ലഭിച്ചത്, അതെല്ലാം നിനക്ക് സ്വാധീനപ്പെട്ട അവരുദ്ധമായ മറ്റെല്ലാത്തിലും തടയപ്പെട്ടവളായി നിനക്ക് ദൃഷ്ടിം പ്രവശ്യ വിതരാമി അഭയാനശോകൻ. അഭയമില്ലാത്ത അല്ല ഭയമില്ലാത്ത അഭയമായ ഭയരഹിതമായ അശോകമായ ദുഃഖം തീർക്കുന്നവയുമായ അവയെ തന്നെ നീ കണ്ടിട്ട് ദൃഷ്ടിം വിതരാമി, ഞാൻ നിനക്കൊരു ദിവ്യ ദൃഷ്ടി തരാൻ പോകാം. ഇവിടെയാണ് ഭർത്താവിന്റെ അനുഗ്രഹം ഭാര്യയ്ക്ക് കിട്ടാൻ പോവാ. നിന്റെ ധർമാനുഷ്ഠാനം സഫലമാണ്. ധർമ്മം എപ്പോഴനുഷ്ഠിച്ചാലും അതിന്റെ ഫലം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ്? അവരവരുടെ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ചേർന്ന വിധത്തിൽ തെറ്റിക്കാതെ അനുഷ്ഠിച്ചു വന്ന വ്രതങ്ങൾ, ഭഗവത് ധ്യാനങ്ങൾ, ഉപാസന, ഇതൊക്കെ ആത്മാവിൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രസാദമാണ്. ഇന്ന് പ്രസാദമില്ല.
കാരണം ആത്മാവിൽ ഇതൊന്നും സമ്പാദിച്ചിട്ടില്ല. ആത്മാവിൽ സമ്പാദിക്കേണ്ടത് അവരവരുടെ വർണ്ണാശ്രമ വിധികൾ അനുസരിച്ചിട്ടുള്ള ജീവിതചര്യയാണ്, വ്രതങ്ങളാണ്, ഭഗവത് ധ്യാനങ്ങളാണ്, ഉപാസനയാണ്. ഇതൊക്കെ അനുഷ്ഠിച്ചു വേണം. അതുകൊണ്ട് ബ്രഹ്മചാരിക്ക് ഇതൊക്കെ നിർബന്ധമായിരുന്നു. കുട്ടികളായിരിക്കുമ്പോഴാണ് ഇതൊക്കെ ശീലിച്ച് വരേണ്ടത്. അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോഴേ പൊരുത്തപ്പെടാനുള്ള ഇത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിധത്തിലും നിനക്ക് എന്നെ ലഭിച്ചു, എന്നെ ശുശ്രൂഷിച്ചു, അതിന് പ്രത്യക്ഷമായൊരു ഫലം നിനക്ക് വേണമല്ലോ. ഇതെല്ലാം കാണാനുള്ള ദിവ്യദൃഷ്ടി ഞാൻ നിനക്ക് നൽകാം. ഇപ്പൊ നീ ഈ സമ്പാദിച്ചു വെച്ചതൊന്നും ഐഹികമായ സുഖം പോലെ നശ്വരമല്ല. ഈ ലോകത്തിൽ നേടുന്ന സുഖങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഈ പറഞ്ഞതൊന്നും എന്താണ്? തപസ്, സമാധി, വിദ്യ, ആത്മയോഗം ഇതൊന്നും നഷ്ടപ്പെടുന്നതല്ല. ബാക്കി എന്ത് ഗുണങ്ങൾ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ നേടിയാലും അതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഐഹികങ്ങളായ സുഖങ്ങളെ പോലെ നശിച്ചു പോകുന്നതല്ല നിനക്കിപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഐശ്വര്യഭോഗങ്ങൾ. അതുകൊണ്ട് നരകത്തിൽ പോകും എന്നുള്ള ഭയം അതുകൊണ്ട് ഐഹിക സുഖ അനുഭവം കൊണ്ട് ഉണ്ടാകാം. അതല്ല, നരകഭയം ഉണ്ടാക്കാത്തതാണ് ഈ വിഭൂതികൾ. അത് നിത്യസുഖം പ്രദാനം ചെയ്യുന്നതാണ്, നാശരഹിതമാണെന്ന് അറിഞ്ഞുകൊള്ളൂ. ഇപ്പോൾ നീ ഈ നേടിയെടുത്ത ഈ മഹത് ഗുണങ്ങൾ അനശ്വരമാണ്. ജീവിതത്തിന് അന്ത്യം വരെ കൂടിയുണ്ടാകും. ഇതാണ് നേടേണ്ടത്. ബാക്കിയൊക്കെ തുച്ഛ സുഖങ്ങളാണ്, വന്നുപോയിക്കൊണ്ടേയിരിക്കും. അനശ്വരമായ ശോകരഹിതമായ ഒരു സുഖം ഇത് മാത്രമാണ്. ഇത് നീ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഏമേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിത ഭഗവത് പ്രസാദാം താനേവതേ മദനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രവശ്യ വിതരാമ്യഭയാനശോകാൻ. സ്വധർമ്മനിരതസ്യ മേ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാഃ ഭഗവത് പ്രസാദാഃ യേ മദനുസേവയാ തേ അവരുദ്ധാൻ അഭയാൻ അശോകാൻ താനേവ പ്രവശ്യ ദൃഷ്ടിം വിതരാം. യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദാം താനേവ തേ മദനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രവശ്യ വിതരാമ്യഭയാനശോകാൻ. യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദാം താനേവ തേ മദനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രവശ്യ വിതരാമ്യഭയാനശോകാൻ. യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദാം താനേവ തേ മദനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രവശ്യ വിതരാമ്യഭയാനശോകൻ. അന്യേ പുനർഭഗവതോ ഭ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിതർത്ഥരചനാ കിമുരുക്രമസ്യ സിദ്ധാഫി പുങ്ക്ഷ്വ വിഭവൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരേ ദുരധികാൻ നിർഭവിക്രിയാഭി. അന്യേ വേറെ, പുനഃ വീണ്ടും, ഭഗവതോ ഭഗവാന്റെ, ഭ്രുവഹ പുരികത്തിന്റെ, ഉദ്വിജൃംഭ പുരികക്കൊടികൾ ഒന്ന് വളയ്ക്കുന്നത് കൊണ്ട്, ഉദ്വിജൃംഭിതമാക്കുന്നത് കൊണ്ട്, വിഭ്രംശിത അർത്ഥരചനാഹ ഉണ്ടാക്കി വെച്ച സകല രചനകളും നഷ്ടപ്പെടുന്നതാണ്. ഉരുക്രമനായ ഭഗവാന്റെ ഒരു പുരികക്കൊടിയുടെ വളയിൽ മാത്രം മതി സമ്പാദിച്ചു വെച്ച മുഴുവനും നഷ്ടപ്പെടാൻ.
ഭഗവാന്റെ പ്രസാദം കൊണ്ട് ലഭിച്ചത് നഷ്ടപ്പെട്ടില്ല. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എന്ന് അഭിമാനിക്കുന്ന കുറെ വിഭവങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. അതൊക്കെ ഭോഗസാധനങ്ങളാണ്. അത് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് മുഴുവനും എന്ത് ചെയ്യാം, സംഹരിക്കപ്പെടാം, ഇല്ലാതാകും. പുരികം ഒന്ന് വളച്ചാൽ മതി, ഈ മനോരഥങ്ങളൊക്കെ നശിച്ചു പോകും, ഉണ്ടാക്കി വെച്ച അർത്ഥങ്ങളൊക്കെ ഇല്ലാതാകും. അന്യേ പുനഃ ഭഗവതോ ഭുവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാം കിം ഒരു ക്രമസ്യ. ഇതൊക്കെ പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള ഫലം? സിദ്ധാഫി, നിനക്കിപ്പോ ലഭിച്ചിരിക്കുന്നു. അനുഭവിച്ചുകൊള്ളൂ. വിഭവൻ നിജധർമ്മദോഹൻ, ഇപ്പൊ നിനക്ക് ധാർമ്മികമായി കറന്നിടക്കുന്ന ദിവ്യമായ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചോളൂ. ഇനി എന്തൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നത് അതൊക്കെ അനുഭവിച്ചോളൂ. ഭുങ്ക്ഷ വിഭവൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ, ദിവ്യങ്ങളായ, നരൈഹി ദുരധികാൻ, മനുഷ്യർക്ക് പ്രാപിക്കാൻ വിഷമമുള്ള സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചോളൂ. നിർഭവിക്രിയാഭിഹി, രാജാവിന്റെ വിക്രിയകളെ കൊണ്ട് എന്തൊക്കെയാണോ നിനക്ക് അനുഭവിച്ച് പൂർണ്ണമാക്കാൻ ആഗ്രഹിച്ചു വന്നത് അതെല്ലാം ഇപ്പം നിനക്ക് അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. ഇതാ ഞാൻ ഒരു ദിവ്യമായ കണ്ണ് തന്നിരിക്കുന്നു, അത് വെച്ച് നോക്കിയാൽ ഭൗതിക സുഖഭോഗങ്ങളൊക്കെ ആവോളം അനുഭവിക്കാം. എത്ര കാരുണ്യത്തോടെയാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ട തൻ്റെ പത്നിയോടുള്ള ഒരു കാരുണ്യം, ഒരു പ്രേമം, ഒരു സ്നേഹം, ഇത്രയും നാൾ താൻ ആവശ്യപ്പെടാതെ എല്ലാം ത്യജിച്ച് തന്നെ ശുശ്രൂഷിച്ച ആ ത്യാഗമനോഭാവത്തിന് കൊടുത്ത ഒരു പ്രതിഫലമാണ് ഈ ദൃഷ്ടി. അതുകൊണ്ട് നോക്കൂ, നിനക്ക് സാധിക്കാത്ത കാര്യം എന്താണുള്ളത്? ഞാൻ രാജാവാണല്ലോ, എനിക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഈ ഭൂലോകത്തില്ല. അതുകൊണ്ട് നിസ്സാരമായ വികാരങ്ങൾ കൊണ്ട് മനുഷ്യന് നേടാനാവാത്ത എന്തൊക്കെ സിദ്ധികളുണ്ടോ അതൊക്കെ നീ അനുഭവിച്ചോളൂ. മോക്ഷം വരെയുള്ള സുഖഭോഗങ്ങൾ എന്തൊക്കെ വേണോ അതൊക്കെ അനുഭവിച്ച് നീ സന്തോഷിച്ചോളൂ. അതൊക്കെ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കിട്ടും. ഭൗതിക ലോക ജീവിതത്തിൽ എത്ര ആഭരണം വേണം നീ ആഗ്രഹിച്ചോളൂ, അതൊക്കെ കിട്ടും. എത്ര ധനം വേണമെന്ന് ആഗ്രഹിച്ചോളൂ, അതൊക്കെ കിട്ടും. എത്ര വസ്ത്രങ്ങൾ വിലപിടിപ്പ് വേണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ നിനക്ക് കിട്ടും. ഇതിനുള്ള വരമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇനിയും രാജോചിതമായ ആഭരണങ്ങൾ അണിഞ്ഞ്, വസ്ത്രങ്ങൾ ധരിച്ച്, ഭക്ഷണങ്ങൾ കഴിച്ച്, അങ്ങനെ സുഖഭൂയിഷ്ടമായ ഒരു മനുഷ്യജീവിതം ഒരു മനുഷ്യനും അനുഭവിക്കാത്ത മട്ടിൽ നീ അനുഭവിച്ചോളൂ. നോക്കൂ, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ശുശ്രൂഷിച്ചതിന്റെ പരിണത ഫലമാണ്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ ഒരു 4 ദിവസമെങ്കിലും വധൂവരന്മാർ വ്രതചര്യയോടെ ജീവിച്ചാൽ മാത്രമേ കാമഭോഗങ്ങളെ യഥേഷ്ടം അനുഭവിക്കാൻ പറ്റൂ എന്ന് കർദമനോട് വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തുക. ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കം എങ്ങനെ വേണം എന്നൊരു വിഷയമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കൗൺസിലറായിട്ട് നിൽക്കുന്നവരുടെ വ്യാസനാണ്. ഒരു ഇത്തിരി അടക്കവും ഒതുക്കവും മനസ്സിന്റെ ഒരു സങ്കല്പവും ദൃഢതയൊക്കെ പാകമാക്കാൻ കുറച്ചു ദിവസം ഒരു വ്രതചര്യയോടെ ജീവിക്കണം രണ്ടുപേരും. അപ്പോഴേ പൊരുത്തപ്പെടാനും പരസ്പരം അറിയാനും പറ്റുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാമഭോഗങ്ങൾ യഥേഷ്ടം അനുഭവിക്കാം, ഇഷ്ടം പോലെ. അന്യേ പുനർ ഭഗവതോ ഭ്രവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചന കിമുരുക്രമസ്യാം സിദ്ധാഫ്യഭുംക്ഷോ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരേ ദുരധികാൻ നിർഭവിക്രിയാഭീം. അന്യേ പുനഃ ഉരുക്രമസ്യ ഭഗവതഃ ഭ്രുവഃ ഉദ്വിജൃംഭിത ഉജ്ജൃംഭ
വിഭ്രംശിത അർത്ഥരചനാഹ സിദ്ധാഫി നൃപവിക്രിയാഭിः നരൈः ദുരധികാൻ ദിവ്യാൻ നിജധർമ്മദോഹാൻ ഭുങ്ക്ഷു അന്യേ പുനഃഭഗവതോ ഭവ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചനാ കിമുരുക്രമസ്യാം സിദ്ധാഫി ഭുങ്ക്ഷു വിഭവൻ നിജധർമ്മദോഹാൻ ദിവ്യാന്നരേ ദുരധികൻ നൃപവിക്രിയാഭീം അന്യേ പുനർഭഗവതോ ഭവ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചനാക്യമൊരുക്രമസ്യാം സിദ്ധാഫി ഭുങ്ക്ഷ വിഭവൻ നിജധർമ്മദോഹാൻ ദിവ്യാന്നരേ ദുരധികമാൻ നൃപവിക്രിയാഭീം അന്യേ പുനർഭഗവതോ ഭവ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചനാക്യമൊരുക്രമസ്യാം സിദ്ധാഫി ഭുങ്ക്ഷ വിഭവൻ നിജധർമ്മദോഹാൻ ദിവ്യാന്നരേ ദുരധികൻ നൃപവിക്രിയാഭീം ഏവം ബ്രുവാണമബലാഖിലയോഗമായാം വിദ്യാഭിചക്ഷണമവീക്ഷ്യതാധിരാഫീത് സംപ്രശ്രയ പ്രണയ വിഹുലയാ ഗിരേഷ വിലഫദ്ഹഫിദാനാഹാം. ഏവം ബ്രുവാണം ഇങ്ങനെ പറയുന്ന അബലാഖിലയോഗമായ വിദ്യ. ഏവം ബ്രുവാണം അബല അഖില യോഗ മായ വിദ്യ വിചക്ഷണം അപേക്ഷ്യ. ഇങ്ങനെ ഭർത്താവിനാൽ പറയപ്പെട്ടത് കേട്ടപ്പോൾ സമസ്ത യോഗമായകളിലും അഖില യോഗമായ വിദ്യാവിചക്ഷണ ജ്ഞാനത്തിലും വിദ്യയിലും സമർത്ഥനായ അബല അഖില യോഗ മായ വിദ്യ വിചക്ഷണം സമസ്ത യോഗമായകളിൽ അവയുടെ അറിവിൽ ജ്ഞാനത്തിൽ മായയെ തിരിച്ചറിയാനുള്ള ജ്ഞാനത്തിൽ സമർത്ഥനും ഏവം ബ്രുവാണം ഇങ്ങനെ പറയുന്നവരുമായ കർദമനെ അപേക്ഷ നോക്കിയിട്ട് ഇന്നാണ് ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുക. അപേക്ഷ ഗതാധി ആഫി ദുഃഖെല്ലാം പോയി. വിഷമമുണ്ടായിരുന്നു നന്നായിട്ട്. ആ ആധി മുഴുവനും ഗതാ പോയി. ഗതാ ആധിഹി ആഫി ഗതാധിയായി തീർന്നു അവൾ. ദേവഹൂതിയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ നശിച്ചു. താൻ ആഗ്രഹിച്ചതിലുള്ള സംതൃപ്തി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സംപ്രശ്രയ പ്രണയ വിഹുലയാ ഗിരാ ഈഷത് പ്രീഡാവലോക വിലഫത് ഹഫിദാനനാൻ ആനനാ ആഹ. സംപ്രശ്രയം വിനയം, പ്രണയം സ്നേഹം. വിഹ്വല അതിലുള്ള ഇടറിയ അക്ഷരങ്ങളോട് കൂടിയ വിഹ്വലമായ കിരാ വാക്കുകൊണ്ട്. സംപ്രശ്രയ പ്രണയ വിഹ്വലയ കിരാ ഈഷത് ഗിരേഷത്. ഗിര വാക്കിന്റെ വിശേഷണമാണ്. വിനയമുള്ള വാക്ക്, സ്നേഹമുള്ള വാക്ക്, വിഹ്വലമായ വാക്ക്. വിഹ്വലം വെച്ചാൽ തൊണ്ട ഇടറിക്കൊണ്ട്, സന്തോഷം കൊണ്ട് കണ്ണീരുള്ളിലടങ്ങി തൊണ്ട ഇടറിക്കൊണ്ട്. ഗിര വാക്കുകൊണ്ട്. ഈഷർ വ്രീഡാവലോക അല്പം ലജ്ജ കൊണ്ടുള്ള നോട്ടം. ഈഷത് അല്പം, ലജ്ജ കൊണ്ടുള്ള അവലോകം നോട്ടം. അതുകൊണ്ട് വിലഫത് ശോഭിക്കുന്ന ഹഫിദാനന പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളായിട്ട് ആഹ. വ്രീഡാവലോക വിലഫത് ഹഫിദ വിലഫത് ഹഫിദ. തായും ഹായും കൂടെ ചേർന്ന് ഇദ്ധയാകും.
വായിക്കുമ്പോൾ വിലഫദ്ധഫിത എന്ന് ഒന്നിച്ച് വായിച്ചാൽ മതി. ഞാൻ പദം തിരിച്ച് അർത്ഥം പറയാൻ വേണ്ടി രണ്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. വ്രീഡാവലോക വിലഫദ്ധഫിദാനനാഹാം. വ്രീഡ അവലോക വിലഫത് ഹഫിത ആനനാ ആഹ. ആഹ പറഞ്ഞു. ഇനിയും ദേവഹൂതിയുടെ വാക്കുകളാണ്. ദേവഹൂതി ഭർത്താവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയാനുണ്ട്. ഇത്രയും നാൾ ചിരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് ഭർത്താവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രേമത്തോടുകൂടി ദിവ്യമായ ഒരു കണ്ണ് തന്ന് തന്നെ അനുഗ്രഹിക്കുന്ന ഭർത്താവിനെ വളരെ വിനയത്തോടെ നോക്കി, പ്രണയത്തോടെ നോക്കി, വിഹ്വലതയോടെ നോക്കി, ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന സുന്ദരമായ വാക്കുകൾ ഉപയോഗിച്ച് അല്പം ലജ്ജ നടിച്ചുകൊണ്ട് ഈഷത് വ്രീഡാവലോക. സ്ത്രീകൾക്ക് ലജ്ജ ഒരാഭരണമാണ്, ഭൂഷണമാണ്. അതുകൊണ്ടുള്ള മുഖത്തോട് കൂടിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഇനി ദേവഹൂതിയുടെ വാക്കുകളാണ്. ഏവം ബ്രുവാണം അബലാഖിലയോഗമായ വിദ്യാഭിചക്ഷണമവേക്ഷകതാധിരാഫീൻ പമ്പ്രശ്രയ പ്രണയ വിഹ്വലയാഗിരേഷത് ക്രീഡാവലോക വിലഫദ്ധഫിദാനനാഹാം. അഖില യോഗമായ വിദ്യാഭിചക്ഷണം. ഏവം ബ്രുവാണം അപേക്ഷ്യ അബല ഗതാധിഹി ആഫീത് പമ്പ്രശ്രയ പ്രണയ വിഹ്വലയാ ഇര ഈഷത് വ്രീഡാവലോക വിലഫദ്ധഫിദാനനാ ആഹ. ഏവം ബ്രുവാണമബല അഖിലയോഗമായാം വിദ്യാഭിചക്ഷണമവേക്ഷകതാധിരാഫീത് പമ്പ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരീഷത് ക്രീഡാവലോക വിലഫദ്ധഫിദാനനാഹാം. ഏവം ബ്രുവാണം അബല അഖിലയോഗമായ വിദ്യ വിചക്ഷണം അവേക്ഷ്യ ഗതാധിഹി ആഫീത് പമ്പ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരാ ഈഷത് ക്രീഡാവലോക വിലഫത് ഹഫിദാനനാ ആഹ. ഇത്രയും പദങ്ങളാണ് അതിനകത്തുള്ളത്. ഈ പദം ഉൾക്കൊണ്ടുകൊണ്ട് വേണം വായിക്കാൻ. അതിനാ പദച്ഛേദം ചെയ്തിരുന്നതാണ്. ഒന്നിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കോമയിട്ട് അത് ആക്കി വയ്ക്കുക. എന്നിട്ട് അങ്ങനെ വായിച്ചുറപ്പിച്ചിട്ട് കൂട്ടിച്ചേർക്കാവൂ. അപ്പൊ തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. ഏവം ബ്രുവാണമബലാഖിലയോഗമായാം വിദ്യാവിചക്ഷണമവേക്ഷകതാധിരാഫീൻ പമ്പ്രശ്രയ പ്രണയ വിഹുലയാഗിരേഷത് ക്രീഡാവലോക വിലഫദ്ധഫിദാനനാഹാം. ഏവം ബ്രുവാണമബലാഖിലയോഗമായാം വിദ്യാവിചക്ഷണമവേക്ഷകതാധിരാഫീൻ പമ്പ്രശ്രയ പ്രണയ വിഹുലയാഗിരേഷത് ക്രീഡാവലോക വിലഫദ്ധഫിദാനനാഹാം. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കാണ്. ദേവഹുതിയുടെ വാക്ക് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കേൾക്കാം. ഇന്ന് അവരുടെ വിവാഹത്തിന്റെ തുടക്കം ഉള്ള ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, അതൊക്കെ കഷ്ടതയും വിഷമവും ദുഃഖവും ഒക്കെ സഹിച്ചുകൊണ്ട് തന്നെ ദേവഹൂതി അനുഭവിച്ചു. അതിന്റെ ഫലം ഇപ്പോഴിതാ അനുഭവിക്കാൻ പോകുന്നു. ലോകത്തിൽ ഒരു മനുഷ്യരും അനുഭവിക്കാത്ത സുഖഭോഗങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇതുപോലെ ഒരു ദാമ്പത്യ ജീവിതം ഇനി നയിക്കാൻ പറ്റില്ല. അപ്പം ദാമ്പത്യ ജീവിതം അനുഭവിക്കണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒത്തിരി വ്രതചര്യ, തപസ്, ക്ലേശം, വിഷമം. ഇതിന് ശേഷം അത് സുഖം അനുഭവിക്കാം. ഇതില്ലാതെ കണ്ട് ആദ്യം മുതലേ അസുഖത്തിലേക്ക് പോയാൽ ഇടയ്ക്കിടയ്ക്ക് ക്ലേശിക്കേണ്ടി വരും. അതിന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ കർദമന്റെ കഥയിൽ. നമുക്ക് ഉപസംഹരിച്ചതിന് ശേഷം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് കൊള്ളത്തിലാകും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി.